ഹലോ, വിഷു എല്ലാവരും അടിച്ചു പൊളിച്ചില്ലേ? വിഷു കഴിഞ്ഞപ്പോഴേക്കും വൈറൽ ഫീവറിൽ വന്ന് സൈഡായി. അതാണ് വീഡിയോ ഡിലേ ആയത്. എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് 13-ാം തീയതി മുതലേ വിഷുവിടെ ആഘോഷം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. റിജ്വാൻ്റെ വീട്ടിൽ 14-ാം തീയതിയാണ് വിഷു ആഘോഷിക്കാറ്. അപ്പോൾ അത് തലേ ദിവസം 13-ാം തീയതി നമ്മൾ രാത്രി പടക്കമൊക്കെ പൊട്ടിക്കുകയാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കര പേടി. ഋതിക്ക് ഇടത്തിയമ്മ ഒരു കമ്പിത്തിരി കുത്തി കൊടുത്തിട്ട് അവളും പിടിക്കുന്നതേ ഇല്ല. അത് തന്നെ ഇത് പിറ്റേ ദിവസം 14-ാം തീയതി നമ്മുടെ കുക്കിംഗ് പരിപാടി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഓരോ ഐറ്റം ഉണ്ടാക്കാനുള്ള ഡ്യൂട്ടി ഓരോരുത്തർ ഏറ്റെടുത്തിട്ടുണ്ട്. അമ്മയുടെ പ്രഥമനും മീൻകറിയും സാമ്പാറൊക്കെ ആയിട്ടുണ്ട്. എനിക്ക് കിട്ടിയത് രസവും കൂട്ടുകറിയാണ്. അമ്മ ഇവിടെ ബീഫ് നല്ലോണം കുരുമുളകൊക്കെ ഇട്ട് അങ്ങ് നന്നായി ഇളക്കിയെടുക്കുന്നുണ്ട്. അതിനിടയിൽ ഋതി നിലമൊക്കെ ഒന്നുകൂടെ തുടച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ കുട്ടിയേക്ക് കൊടുക്കാമെന്ന് വെച്ചു. ഇവിടെ സദ്യയുടെ നോൺ വെജ് പ്രധാനമാണ്. ചോറ് എടുത്തിട്ടുള്ളൂ. എന്തൊക്കെ ഐറ്റംസാണ്? ചോറ്, സാമ്പാർ, മീൻകറി, കൂട്ടുകറി, വരവ്, പച്ചടി, പുളിങ്കറി, അവിയൽ, രസം, പപ്പടം. അയ്യോ, ഒന്നും പറയണ്ട. ഇതെങ്ങനെ കഴിച്ച് തീർക്കുന്നതാണ്. 2 ഐറ്റംസ് കൂടി ഉണ്ടായിരുന്നല്ലോ, ബീഫ് ഫ്രൈയും ചിക്കൻ ഫ്രൈയും. മാലപ്പടക്കം പൊട്ടിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു. ലേഡീസ് ഫസ്റ്റ്. അവരെ നമ്മളോട് കഴിച്ചോളാൻ പറഞ്ഞ്. ഈ നാട്ടിലെ അയൽവാസികളെയൊക്കെ ഭക്ഷണം കഴിക്കാനായിട്ട് ക്ഷണിക്കും. ആദ്യത്തെ ദിവസം ഇവരെയാണ് ഭക്ഷണത്തിന് ക്ഷണിച്ചതെങ്കിൽ പിറ്റേ ദിവസം ഇവർ അങ്ങോട്ടേക്കും പോകും. ക്ഷണിച്ച സ്ഥിതിക്ക് എല്ലാ വീട്ടിലും ഒന്ന് കയറി ഇറങ്ങും. ഇവർ പ്രഥമൻ പപ്പടവും പഴവും ഒക്കെ ചേർത്ത് കുഴച്ച് നന്നായി മിക്സാക്കി കഴിക്കുക ചെയ്യുക. ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ നേരെ അടുത്തുള്ള ജാനകിക്കാട്ടിലേക്ക് വിട്ടു. ഇങ്ങോട്ട് പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഈ ചൂടീത്ത് വന്നിരിക്കാൻ വേണ്ടി പറ്റിയ കിടുക്കാച്ചി സ്ഥലം. എല്ലാവരും കുറച്ച് സമയം വെള്ളത്തിൽ നിന്ന് കളിച്ച് അവിടെ നിന്ന് വിട്ടു. രാവിലെ എഴുന്നേറ്റ് വിഷുക്കണിയൊക്കെ കണ്ടു. ഇവിടെ നാട്ടിൽ പിള്ളേരൊക്കെ കൂടിയിട്ട് 14-ാം തീയതി രാവിലെ വിഷുക്കണി കൊണ്ടുവരുമായിരുന്നു. പക്ഷേ 2 വർഷമായിട്ട് പിള്ളേർ കണി കൊണ്ടുവരുന്നില്ല. രാവിലെ അമ്പലത്തിൽ പോയി അവിടുത്തെ വിഷുക്കണിയൊക്കെ കണ്ട് വിഷുക്കൈ നീട്ടമൊക്കെ വാങ്ങി അവിടുന്ന് ചായയൊക്കെ കുടിച്ച് മടങ്ങി. ഇന്നത്തെ വിഷു എൻ്റെ വീട്ടിലായിരുന്നു. അമ്പലത്തിൽ നിന്ന് വന്ന് നേരെ അങ്ങോട്ടേക്ക് വിട്ടു. അവിടെ നോൺ വെജ് ആയിരുന്നു. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് കറങ്ങാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി. ബീച്ചിലൊക്കെ പോയി നമ്മൾ വരുമ്പോൾ കുറച്ച് പടക്കം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പടക്കവും പൊട്ടിച്ചു. ഈ വർഷം റിജ്വാനുള്ളതുകൊണ്ട് അടിപൊളിയായി.